പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ജൈത്ര യാത്ര അല്ലെങ്കിൽ വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്ര, ഇന്നത്തെ ഈ ദിനം ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് വളരെ ദൂരത്തിലൊന്നുമല്ല. തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂരേക്ക് പോകുന്ന വഴിയിൽ അരശിൻമൂടിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് തൃപ്പാദപുരം കഴിഞ്ഞ് വീണ്ടും തൃപ്പാദപുരം ക്ഷേത്രത്തിൽ നിന്ന് അതിൻ്റെ പിന്നിലേക്ക് കടന്നു വരുന്ന വഴിയിൽ കൂടി, ആ വഴിയിൽ കൂടി പോകുന്ന ഒരു വഴിയിലാണ് സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ എന്തോ ഒരു പാമ്പിനെയോ 2 പാമ്പിനെയോ ഇണചേരുന്നത് കണ്ടു എന്ന് പറഞ്ഞ് അവർ വിളിക്കുകയുണ്ടായി. അവിടുത്തെ മാമൻ വിളിച്ച് പറഞ്ഞ് 2 പാമ്പ് ഇണചേർന്നപ്പോൾ അവർ തന്നെ വിരട്ടിയപ്പോൾ വെള്ളം ഒഴിക്കുക എന്താ ചെയ്തപ്പോൾ അത് ഓടിപ്പോയി ഒരു റൂമിനകത്ത് കയറിയെന്നോ കൂട്ടിനകത്ത് കയറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറയുന്നത് 1-ൽ കൂടുതൽ പാമ്പുകളുണ്ട്, 1-ഓ 2-ഓ അല്ല അതിൽ കൂടുതൽ പാമ്പുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. നമ്മൾ പോകുന്നു. വിളിച്ചപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ആൾക്കാരെയൊന്നും വിളിച്ച് കൂട്ടർ അയൽവക്കത്തുള്ളവരെന്ന് അറിയിക്കേണ്ട, ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിടികൂടാൻ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ വീടിൻ്റെ മുറ്റത്താണ്, ആ വഴിയിൽ മുന്നിൽ കൂടി പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പോകുന്നു നമ്മൾ ആ സ്ഥലത്തേക്ക്, നമ്മുടെ അതിഥി റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. നമുക്ക് ആ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. പോകുന്നു നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. ഇവർ പറയുന്നത് ഇതിനകത്ത് കയറിയെന്നാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു വ്യായാമമൊക്കെ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. അണലിയെ പിടിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കുന്നതിന് മുന്നേ ഒന്ന് വ്യായാമമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്, കൈക്കൊക്കെ ഒരു ഉഷാറുണ്ടാവും. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹം പറയുന്നത് ഇതിനകത്തേക്ക് എന്തോ 1-2 പാമ്പുകൾ കടന്നു പോകുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം ഇതിനകത്ത് റെസ്റ്റ് എടുക്കുന്ന അതിഥി ആരാണ്, ചേരയാണോ നീർക്കോലിയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മയ്ക്ക് കുറവൊന്നുമില്ല, കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഇതിൻ്റെ വീടിൻ്റെ കുറച്ച് പിന്നിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചവിടെ ഒരു മണ്ണുകൊണ്ടുണ്ടാകുന്ന മണ്ണിലെ ഉള്ള തന്നെ കട്ട ആണ്. ആ കട്ട മറ്റേ ഒരു വലിയ ഒരാണലി, ഒരു 10 വയസ്സോളം പ്രായം ഉണ്ടാവുന്ന ഒരു ഫീമെയിൽ അണലിയെ അന്ന് പിടികൂടാൻ കഴിഞ്ഞു. ഇവിടെയൊക്കെ അണലിയുടെ സാന്നിധ്യം കൂടുതലാണ്, മുറുക്കൻ്റെ സാന്നിധ്യം കൂടുതലാണ്, ചേരയുടെ സാന്നിധ്യം കൂടുതലാണ്, ചുവർപ്പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലാണ്, നീർക്കോലിയുടെ സാന്നിധ്യം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഈ നായ്ക്കൂട്ടിനകത്ത് കുറച്ച് ഷീറ്റൊക്കെയാണ് അവർ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആണ് അതിഥിയെ കണ്ടു. നമുക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ വാരി പുറത്തേക്ക് ഇടേണ്ടതുണ്ട്. നമുക്ക് നോക്കാം ഇതിനകത്ത് ആൾക്കാരുണ്ടോ എന്ന്. ഒരാൾ അങ്ങനെ ആ മടക്കിൻ്റെ അടിയിൽ, അതായത് നമ്മുടെ ഈ ചവിട്ടി, അതായത് നമ്മൾ കാർപ്പറ്റാണിത്, നമ്മുടെ കാർപ്പറ്റിൻ്റെ അടിയിൽ ഒരാളങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം അധികം വ്യത്യസ്തനൊന്നും അല്ലാത്ത ഒരു അതിഥിയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വെള്ളമൊക്കെ നനഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല വേറൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ പ്രേക്ഷകരെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഫീമെയിൽ ഇണ ചേർന്ന് കഴിഞ്ഞ ലക്ഷണമാണ്. ഇവർ കണ്ടറിനെ അദ്ദേഹം വെള്ളം ഒഴിച്ചപ്പോഴാണ് അത് ഓടി അകത്ത് കയറിയത്. ഇദ്ദേഹത്തിന് നമുക്ക് കാണാം. ഇതിന് ഫീമെയിലാണ്, ഇണ ചേർന്ന് കഴിഞ്ഞു. പക്ഷേ ഇത് ഇപ്പോഴും ഇണ ചേർന്ന ലക്ഷണമല്ല. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഇണ ചേർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെന്തായാലും ഇദ്ദേഹത്തെ നമുക്ക് ഫീമെയിലാണ്. ഇദ്ദേഹത്തിന് ഏകദേശം 6 വയസ്സിനടുത്ത് മാത്രമേ പ്രായം ഉണ്ടാവുന്നുള്ളൂ. 6 വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ. എനിക്ക് തോന്നുന്നത് അത് ഇണ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം ഷെൽട്ടർ തേടി വരിക എന്നുള്ളൊരു പ്രവണത നമ്മുടെ പാമ്പുകളിലുണ്ട്. കാരണം സാധാരണ മൂർഖനൊക്കെ ആണെങ്കിൽ ഇണ ചേരുന്നതിന് മുന്നേ ഷെൽട്ടർ പാറയെടുക്കോ മാളങ്ങളോ കണ്ടുവച്ചതിന് ശേഷം മാത്രമേ ഇണ ചേരാറുള്ളൂ. ഇതങ്ങനെയല്ല, ഇണ ചേർന്നതിന് ശേഷം ഇവ ഷെൽട്ടർ തേടി എത്തുന്നു. കാരണം ഇവ പ്രസവിക്കുന്ന പാമ്പാണ്. അപ്പോൾ
സമയത്തിനനുസരിച്ച് ഒരു സ്ഥലത്ത് വസിക്കുമ്പോൾ അവിടെ ചൂട് കൂടുന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് മാറാൻ ഇവർക്ക് കഴിയും, ഇവർക്ക് മാറേണ്ടതുണ്ട്. അതാണ് അണലിയുടെ ഒരു പ്രത്യേകത. കൂടുതലും ചപ്പ്, അടിക്കാട് ഒക്കെ പടർന്നിറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന അതിഥികളാണ് അണലികൾ അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ. ദേഹത്ത് ഈ ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകൾ കാണുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ചേനത്തണ്ടൻ പാമ്പ് എന്ന് വിളിക്കുന്നത്, വട്ടക്കൂറ എന്ന് വിളിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകരാരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ അനുകരിക്കുന്നത് കൊണ്ട് ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവൻ അപകടത്തിലേക്ക് പോകുന്നുണ്ട്. ഈ വർഷം ഒരുപാട് പേർക്ക് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട് പലരും ക്രിട്ടിക്കലായിട്ട് പല ഹോസ്പിറ്റലിലും ഉണ്ടെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഇത് 5 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന ഒരു മീറ്ററിന് താഴെ മാത്രം നീളമുള്ള ഒരു ഫീമെയിൽ റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, അണലി എന്നറിയപ്പെടുന്ന, രക്തയണലി എന്ന് നമ്മൾ മലയാളികൾ വിളിക്കുന്ന അതിഥിയാണ് ഇദ്ദേഹം. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നിനെ കിട്ടി, നമ്മളതിനെ ചാക്കിലാക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇനിയും മറ്റൊന്നിനെ കൂടെ കണ്ടു എന്നാണ്. മറ്റൊന്നു കൂടി നമ്മളവിടെ നമ്മുടെ ക്യാമറയിൽ ചെറുതായിട്ടൊന്ന് പതിഞ്ഞു വന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഒരതിഥിയെ കിട്ടി, 60 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പെണ്ണതിഥിയെ കിട്ടി നമുക്ക്. അടുത്ത് ഇതിൻ്റെ ഇടയിൽ ഒന്നുകൂടി കണ്ടു എന്നാണ് മാമൻ പറയുന്നത്. 1, 2, 3 എണ്ണത്തിനെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ മാറ്റി നോക്കുന്നു ഇനിയും അതിഥികളുണ്ടോ എന്ന്. മറ്റൊരു അതിഥിയെ കൂടി നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ കണ്ടാൽ അത്ര വലുതല്ലാത്ത ഒരു അതിഥിയാണ്. നോക്കൂ, അദ്ദേഹം, എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇന്ന് വന്നതാവാൻ സാധ്യതയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ചട്ട പൊഴിക്കാറായി, സ്കിൻ ഷെഡ്, ചട്ട മോൾഡിങ് ടൈം അഥവാ ചട്ട പൊഴിക്കാറായിരിക്കണം. അപ്പോൾ ഇന്ന് വരുന്നതാകാൻ സാധ്യത കാണുന്നില്ല. ഇനി 2-3 ദിവസങ്ങൾക്ക് മുന്നേ ആയിരിക്കാം ഇതിനകത്ത് ഇദ്ദേഹം വന്ന് കയറിയത്. നോക്കാം, ചട്ട പൊഴിക്കാറായിരിക്കുകയാണ്, സ്കിൻ ഷെഡ്. അതാണ് ഈ കളർ ഇങ്ങനെ നമുക്ക് തോന്നിക്കുന്നത്. ഇദ്ദേഹത്തിനും ഏകദേശം 7 വയസ്സിനടുത്ത് പ്രായം വരുന്ന മെയിൽ അണലി അഥവാ റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടാണ്. നോക്കണം, നോക്കൂ, നമ്മൾ ആദ്യം പിടിച്ച അദ്ദേഹത്തിൻ്റെ കളറല്ല ഇദ്ദേഹത്തിൻ്റെ കളർ. ഇദ്ദേഹം ചട്ട പൊഴിക്കാറായിരുന്ന ഒരു അഴുക്ക് കലർന്നൊരു കളറാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകൾ ശരീരത്തിൽ കാണുന്നതുകൊണ്ടാണ് ചേനത്തണ്ടൻ പാമ്പ് എന്ന് ഇവരെ വിളിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരികളായ ഒരിനം പാമ്പുകളാണ് അണലികൾ. കാരണം ഇവർ ഏത് ദിശയിലേക്കും ചാടി കടിക്കുക, എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക് പെട്ടെന്ന് തിരിഞ്ഞ് കടിക്കാൻ കഴിയും. നമുക്ക് ഇവരെ വെച്ച് കളിക്കുക അല്ലെങ്കിൽ ഇവരെ ഒരുപാട് നേരം പ്രദർശിപ്പിക്കുകയൊക്കെ അപകടമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെയും നമ്മൾ ചാക്കിലാക്കും, രണ്ടാമത്തെ അതിഥിയെയും ചാക്കിലാക്കി ബാക്കി സാധനങ്ങൾ നമ്മൾ മാറ്റി നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ അതിഥിയും നമ്മൾ ആദ്യം എടുത്ത ആ ഫീമെയിൽ അതിഥിയെ ഇട്ട ചാക്കിൽ തന്നെ നമുക്ക് ഇദ്ദേഹത്തിനെ ഇടേണ്ടതുണ്ട്. ഇദ്ദേഹത്തിനെയും നമുക്ക് സേഫായിട്ട് വെക്കേണ്ടതുണ്ട്. രണ്ടുപേരെ നമ്മൾ എന്തായാലും സേഫായിട്ട് നമുക്ക് കിട്ടി. രണ്ടുപേരെ നമ്മൾ സേഫായിട്ട് മാറ്റി വെക്കുന്നു. സേഫായിട്ട് മാറ്റി വെച്ച് ഇനി നമ്മൾ വീണ്ടും കുറച്ചുകൂടി സാധനങ്ങൾ എന്തായാലും ബാക്കിയുണ്ട്. അതുകൂടി നമുക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്ക് മറ്റൊരു അതിഥിയെ കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കാണാം അദ്ദേഹത്തെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. അദ്ദേഹം നോക്കാം, നമുക്ക് കാണാം. ഇതും ഒരു പ്രത്യേകതയുള്ളത്, ഇതും ഏകദേശം അതേ പ്രായം, 6 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന പ്രായം വരുന്ന ഒരു ചേനത്തണ്ട റസൽസ് വൈ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ ആഹാരം കിടക്കുകയാണ്, അത് ഭക്ഷണമാണ്. അതല്ലാതെ കുഞ്ഞുങ്ങൾ തയ്യാറായത് ഞാൻ വിളിച്ച വയറ് വരുത്ത കുഞ്ഞുങ്ങൾ മുട്ട തയ്യാറായെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അല്ല. അതുമാത്രമല്ല, ഇദ്ദേഹം ഫീമെയിലല്ല, മെയിലാണ്. ഇദ്ദേഹത്തിനെ കണ്ടാൽ പക്ഷേ ഫീമെയിലായിട്ട് തോന്നുമെങ്കിലും ഇദ്ദേഹം ഫീമെയിലല്ല, ഇദ്ദേഹം മെയിലാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം.
ഞാൻ എപ്പോഴും പറയണ്ട ഇദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്ന കാര്യം, ഇത് അനുകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അനുകരിച്ച് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളതിന് ഉത്തരവാദികളല്ല. ഇത് ഏറ്റവും അപകടകാരി രാജവെമ്പാലയെക്കാളും അപകടകാരികളായ പാമ്പുകളാണ് അണലികൾ അഥവാ ചേനത്തണ്ടന്മാർ. കാരണം ഇദ്ദേഹത്തിൻ്റെ കടിയാണ് ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏൽക്കുന്നത്: ആന്ധ്ര, തമിഴ്നാട്, കർണാടക. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടി ഏൽക്കുന്ന ജില്ല ആലപ്പുഴ ജില്ലയായി പ്രഖ്യാപിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ കടി, ആ പാമ്പ് കടി കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ ചേർത്തലയിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളുടെ കടി ഏറ്റിരിക്കുന്ന അത് അണലി പാമ്പുകളുടെയാണ്. കാരണം അണലിയുടെ സാന്നിധ്യം അവിടെ വളരെ കൂടുതലാണ്. അതുമാത്രം ഉണങ്ങിയ ഇലയുടെ കളറായതുകൊണ്ട് അറിയാതെ ഇത് ചുരുണ്ടിറക്കുമ്പോൾ അറിയാതെ പോയി നമ്മൾ ചവിട്ടി കടി വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെയും ചാക്കിലാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി സാധനം ഇനി ഉണ്ടോ എന്നറിയില്ല, എന്നാലും നമ്മൾ മാറ്റി നോക്കേണ്ടതുണ്ട്. പാമ്പുകളുടെ ഇണചേരൽ സമയമാണ് നവംബർ, ഡിസംബർ, ജനുവരി, ഈ 2.5 മാസത്തോളം. അപ്പോൾ ഇനി ജനുവരി പകുതിക്ക് മുന്നേ ബാക്കി ഇനി ഇണചേരാനുള്ള പാമ്പുകളെല്ലാം എവിടെ ഫീമെയിലുണ്ടോ അവിടെ മെയിൽ പാമ്പുകൾ, ആൺപാമ്പുകൾ, ഒരു ഫീമെയിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മെയിൽ അഥവാ ആൺപാമ്പുകൾ അവിടെ എത്താം സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു യാത്രയിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് അല്ലെങ്കിൽ വ്യത്യസ്തരായ അതിഥികളെ പരിചയപ്പെടാനായി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ മനസ്സിലേക്ക് പതിയുന്നത് പല വ്യത്യസ്തമായ അനുഭവങ്ങൾ മാത്രമല്ല, വ്യത്യസ്തമായ അതിഥികളെയും നമുക്ക് കിട്ടുകയാണ്. നമുക്ക് എന്തായാലും ഇനി ഒരല്പം വേസ്റ്റ് കൂടി അതിനകത്തുണ്ട്, അത് മാറ്റി നോക്കാം അതിനകത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന്. പറഞ്ഞപോലെ തന്നെ ഈ ഫ്ലോർ മാറ്റിനകത്ത് ഒരു അതിഥിയെ കൂടി കാണുന്നുണ്ട്. നമുക്ക് നോക്കാം അദ്ദേഹത്തെ. ഇത് ഫീമെയിൽ റസൽസ് വൈപ്പർ എന്ന ചേനത്തണ്ട അത് അണലി തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം മേറ്റയായിട്ട് ഇണ ചേർന്നിട്ടില്ല. ഇണ ചേരാത്ത പെൺ അണലിയാണ്. ആരോഗ്യം കുറഞ്ഞിട്ട് എനിക്ക് ഇതും ചട്ട പൊഴിക്കാറായിരിക്കുന്ന അതിഥിയാണ്. നമ്മളിനി ഇവിടെ വെയിലായതുകൊണ്ട് നമ്മുടെ 4 അതിഥികൾ നമ്മളിവിടുന്ന് പിടികൂടിയ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ ഈ 4 അതിഥികളെ നമ്മൾ കുറച്ചുകൂടി വെയിൽ കുറഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയി 4 പേരെയും നമ്മൾ ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം അണലി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പ്രകോപനവുമില്ലാതെ ചാടി കുതിച്ച് കടിക്കുന്ന അതിഥികളാണ് അണലികൾ അഥവാ ചേനത്തണ്ടന്മാർ അഥവാ വട്ടക്കുറകൾ. ഇത് പാമ്പുകളിൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന അതിഥികളാണ് ഇവിടെയൊക്കെ. ഇത് 4 പേർ ഇവിടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മൂർഖൻ പാമ്പുകളിൽ കോബ്രകളിൽ എനിക്ക് ഒരുപാട് അതികളെ 5ഉം 6ഉം പേരൊക്കെ വെച്ച് എനിക്ക് വെഞ്ഞാറമുള്ള ഒരു പറമ്പ് ഒരു മാളം വെട്ടിപ്പൊളിക്കുമ്പോൾ 6 മൂർഖന്മാരെ എനിക്ക് കിട്ടുകയുണ്ടായി. ഇത് വളരെ അപൂർവമായ ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ ഒരു കിണറ്റിൽ നിന്ന് 3 അതിഥികളെ പിടികൂടാൻ എനിക്ക് കഴിഞ്ഞു. ഇത് 4 അതിഥികൾ ഒരു സ്ഥലത്തുനിന്ന് തന്നെ 4 അതിഥികളെ കിട്ടുക നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. അതുപോലെ നമുക്ക് കാണാം, ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത് ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രേക്ഷകരോട് വീണ്ടും ഞാൻ തിരുത്തി പറയുകയാണ്. വെപ്രാളത്തിനിടയിൽ പിടിച്ചുകൊണ്ടായിരിക്കാം ആണും പെണ്ണും എനിക്ക് നിർണ്ണയിക്കാനുള്ള സമയം കിട്ടാത്തത്. ഇതിൽ മെയിലെന്ന് പറയുന്നത് വെറും 2 പേരല്ല, ഒരാൾ മാത്രമാണ് മെയിൽ. എൻ്റെ വലത്തേക്കിരിക്കുന്നത് ഫീമെയിലാണ്. എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് 2 ഫീമെയിലും 2 മെയിലും തന്നെയാണ്. ഈ വലിയ 2 ആൾക്കാർ 2 പേരും ആണുങ്ങളാണ്. ചെറിയ 2 ആൾക്കാർ 2 പേരും പെണ്ണുങ്ങളാണ്. അതിൽ ഇദ്ദേഹം മാത്രമേ ഇണ ചേർന്ന്, എൻ്റെ വലത്തേക്കിരിക്കുന്ന ആൾ മാത്രമേ ഇണ ചേർന്നിട്ടുള്ളൂ. മറ്റ് ഫീമെയിൽ ഇണ ചേർന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുട്ട ഫോം ആയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും നിങ്ങളത് അനുകരിക്കാൻ ശ്രമിക്കരുത്. എനിക്ക് പെട്ടെന്നൊരു കടി ഏൽക്കുകയാണെങ്കിൽ എനിക്ക് അപകടം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് വളരെ അനായാസം വളരെ ലാഘവത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങളാരും അനുകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനോ സ്നേക് മാസ്റ്റർ ടീമോ അതിന് ഉത്തരവാദികളായിരിക്കില്ല.
എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കണം. ഈ അതിഥികളെ ഇദ്ദേഹത്തിനെ സേഫായിട്ട് നമ്മൾ ചാക്കിലാക്കിയതിന് ശേഷം നമ്മൾ 1-2 കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി യാത്രയാവും. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട്, സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകരോട് ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത്, പല ചെറുപ്പക്കാരും പാമ്പ് എന്താണെന്ന് അറിഞ്ഞൂടാതെ പാമ്പിനെ പിടിക്കാനായി പോയി അപകടഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്. ഒരു കാരണവശാലും പത്രവാർത്തയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ധന ലാഭത്തിന് വേണ്ടിയോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമല്ല ഞങ്ങളുടെ ഈ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം. നമ്മുടെ കേരളീയരുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ പാമ്പ് എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമായ ചിന്തകളിൽ നിന്ന് അതിന് ഭയമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടിയാണ് ഞങ്ങൾ ഇതുവഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങളാരും അനുകരിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു വർഷാവസാനം നവംബർ, ഡിസംബർ, ജനുവരി പകുതി വരെ പാമ്പുകളുടെ എണ്ണച്ചേരൽ സമയമാണ് നമ്മുടെ നാട്ടിൽ. പാമ്പുകൾ എന്ന് പറയുമ്പോൾ ചേരയും പാമ്പാണ്. ചേരയുടെയും എണ്ണച്ചേരൽ സമയമല്ല ഇപ്പോൾ. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ മൂർഖനും അണലിയും ഇണചേരുന്ന സമയമാണ്. ഇപ്പോൾ ഇനി അങ്ങോട്ട് ഡിസംബർ തീരുകയാണ്. അപ്പോൾ ജനുവരി പകുതി വരെ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പാമ്പുകൾ ചുറ്റിപ്പനയുന്നത് നമുക്ക് കാണാൻ പറ്റും. പാമ്പുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയണം, ദേഹത്ത് വട്ടമുള്ളതാണെങ്കിൽ കുറുകയല്ല, ദേഹത്ത് തല മുതൽ ഡിസൈൻ വാലറ്റം വരെ പോകുന്നത് അണലി എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുപോലെ മുറുക്കൻ പാമ്പുകൾ തമ്മിൽ ഇണചേരുകയാണെങ്കിൽ വലിയ തലയായിരിക്കും. തല പോലെ തന്നെ തലയുടെ അതേ കനമുണ്ടാവും ശരീരത്തിന്. ഒരുമിച്ച് ചുറ്റിപ്പനയുന്നുണ്ട്. ഒരിക്കലും ചേരയും പാമ്പും ഇണചേരാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മുടെ അമ്മമാർ അറിഞ്ഞു വെക്കണം, നമ്മുടെ ഗുരുജനങ്ങൾ അറിഞ്ഞു വെക്കണം. അതുപോലെ നമ്മുടെ പ്രേക്ഷകരുടെ വീണ്ടും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആവർത്തിച്ചതാണ്. വീട്ടിൻ്റെ പരിസരങ്ങളിൽ ഈ അടുത്ത മാസം മാർച്ച്, ഫെബ്രുവരി ലാസ്റ്റ് മുതൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അടുക്കളയുടെ പിന്നിലൊന്നും ചിരട്ട, തൊണ്ട് എന്നിങ്ങനെ സാധനങ്ങൾ കൂട്ടി വെക്കരുത്, വേസ്റ്റ് കൂട്ടി വെക്കരുത്. കാരണം മാർച്ച് മാസം, ഏപ്രിൽ മാസമൊക്കെ അണലി പ്രസവിക്കുന്ന സമയമാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മുറുക്കൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമാണ്. അപ്പോൾ ഈ സാഹചര്യം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പല വഴിക്ക് സ്പ്ലിറ്റായി പോകുമ്പോൾ നിങ്ങൾ തൊണ്ടൊക്കെ തണുപ്പുള്ളതാണ്, തൊണ്ടിൻ്റെ അടിയിലൊക്കെ വന്ന് പതിയിരിക്കുകയും ചെയ്യും. നിങ്ങൾ അറിയാതെ ചെന്ന് തൊണ്ടെടുക്കുമ്പോൾ കടി വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അപകടം വിലയ്ക്ക് വാങ്ങാതിരിക്കുക. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം, പുതിയ വർഷത്തിൽ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. 2017 ആദ്യത്തെ അതിഥികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുമായി, വ്യത്യസ്തനായ അതിഥിയുമായി വീണ്ടും കാണാം. അതുവരെ ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്ക് മുഴുവനും ഞങ്ങളുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.